ഇപ്പോൾ ഞങ്ങളുടെ ക്ലയൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ പ്രായം 54 നമുക്ക് അദ്ദേഹത്തെ മുരളി എന്ന് വിളിക്കാം. അത്യാവശ്യം നല്ല തുക മ്യൂച്വൽ ഫണ്ടിൽ അദ്ദേഹം ഞങ്ങൾ വഴി നിക്ഷേപിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ 28ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000 ആണ്ടിൽ 1 ലക്ഷം രൂപ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ലംസമായിട്ട് നിക്ഷേപിച്ചു. 2000 ആണ്ടെന്ന് പറയുമ്പോൾ ഞാൻ SLC പാസ്സായ വർഷം കേട്ടോ. കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ 1 ലക്ഷം രൂപയാണ് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത്. 2000 ഡിസംബറിലാണ് ഇദ്ദേഹം ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത്. അന്ന് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ആ ഫണ്ട് 5 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ 1995 ലോഞ്ച് ചെയ്ത ഫണ്ടായിരുന്നു. ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫണ്ടിൻ്റെ NAV 11 രൂപയായിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് 5-6 മാസം മുമ്പ് ആ ഫണ്ടിൻ്റെ NAV 17 രൂപ 50 പൈസയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇടിവിൻ്റെ സമയത്താണ് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഡിസ്ട്രിബ്യൂട്ടർ പറയുകയുണ്ടായി ഇദ്ദേഹത്തോട്, ഇപ്പോൾ ഈ ഫണ്ടിൽ നല്ല ഇടിവ് വന്നിട്ടുണ്ട്, ഇപ്പം നല്ല അവസരമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ പറയുകയുണ്ടായി. അങ്ങനെ ഇദ്ദേഹം 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഏകദേശം 9091 യൂണിറ്റുകളാണ് ഇദ്ദേഹത്തിന് അപ്പോൾ ലഭിച്ചത്. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഫണ്ട് ഏതാണെന്നുള്ള കാര്യം മനസ്സിലായെങ്കിൽ അല്ലെങ്കിൽ ഒരു ഊഹമെങ്കിലും കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മനസ്സിലായിട്ടില്ല എങ്കിൽ വീഡിയോ മുൻപോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ ക്ലൂസ് ഒക്കെ തരുന്നതാണ്. അപ്പോൾ മുരളി ഇൻവെസ്റ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ മാസം കൊണ്ട് തന്നെ ഈ ഫണ്ടിന്റെ NAV 13 രൂപയിലേക്ക് എത്തി. 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ 1,18,000 ആയിട്ട് വളർന്നു. എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ മാസം കൊണ്ട് 18% നേട്ടം ഉണ്ടാക്കി. ഇദ്ദേഹം വളരെയധികം അങ്ങോട്ട് ഹാപ്പിയായി, വളരെയധികം എക്സൈറ്റഡ് ആയി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചുരുങ്ങിയ വർഷം കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന നേട്ടമൊക്കെ ഇദ്ദേഹം സ്വപ്നം കാണാൻ തുടങ്ങി. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ചുരുങ്ങിയ സമയത്തുണ്ടാകുന്ന നേട്ടങ്ങൾ കണ്ട് എക്സൈറ്റഡ് ആകരുത്, അതുപോലെ ഇറക്കങ്ങൾ കണ്ട് പാനിക്കാകുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇദ്ദേഹം എക്സൈറ്റഡ് ആയി. എന്നാൽ ഇദ്ദേഹത്തിന്റെ സന്തോഷം വളരെ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. 2001 ലോകമൊട്ടാകെയുള്ള ഓഹരി വിപണികളിൽ ഒരു ക്രാഷ് ഉണ്ടാകുകയുണ്ടായി. അത് ഇന്ത്യൻ വിപണിയിലും ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ആ ഫണ്ടിന്റെ NAV 8ലേക്ക് ഇടിഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ 70,000 വരെ ഇടിഞ്ഞു. ഏതാണ്ട് 35-40% ഇടിവാണ് അവിടെ ഉണ്ടായത്. മുരളി പെട്ടെന്ന് പാനിക്കായി. അന്ന് ആ 18% ഗ്രോത്ത് ഉണ്ടായ സമയത്ത് വിൽക്കാത്തത് വലിയ മണ്ടത്തരമായെന്നൊക്കെ ഓർത്ത് വിഷമിച്ചിരുന്നു. ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല, ലോങ് ടൈമിലേക്കുള്ളതാണ് മ്യൂച്വൽ ഫണ്ട്, സമയമൊന്നും ആയിട്ടില്ല, ആകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊക്കെ കേട്ട് ആശ്വസിച്ച് പുള്ളി ഇരുന്നു കേട്ടോ. പതുക്കെ ആ അവസ്ഥയിൽ നിന്ന് ഉയർന്നു വന്നു, ലാഭത്തിലായി. എന്നിട്ട് മുമ്പോട്ട് പോകുന്ന വർഷങ്ങളിൽ ഇങ്ങനെ കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഇത് ഏതാണ്ട് കാര്യം ഇതിൻ്റെ പോക്ക് ഇങ്ങനെയാണെന്ന് മനസ്സിലായതുകൊണ്ട് മുരളി അധികം പാനിക്കൊന്നും ആയില്ല. ഏകദേശം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായിരുന്നു. ഒരു 2008 ആയപ്പോഴത്തേനും ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ആ ഫണ്ടിന്റെ NAV 110ലേക്ക് എത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ 1 ലക്ഷം 10 ലക്ഷമായി മാറി 8 വർഷം കൊണ്ട്. ആ ഒരു സമയത്ത് 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുന്നത്, വളരെ വലിയ ക്രാഷ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായി. ഇദ്ദേഹത്തിൻ്റെ 10 ലക്ഷം വാല്യൂ ഉണ്ടായിരുന്ന ആ ഇൻവെസ്റ്റ്മെന്റ് 5 ലക്ഷത്തിലേക്കാണ് ഇടിഞ്ഞത്. ആ ഒരു ഫണ്ടിന്റെ NAV 55ലേക്ക് വീണു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 50% ഇടിവാണ് അവിടെ ഉണ്ടായത്. മുരളി ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇങ്ങനൊരു ഇടിവ് ഉണ്ടാകും എന്നുള്ള കാര്യം. 10 ലക്ഷം വാല്യൂ ഉള്ള സമയത്ത് അത് പിൻവലിക്കാതെ ഇരുന്നത് വളരെ വലിയ മണ്ടത്തരമായി പോയെന്ന് മുരളി അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ. എന്നിട്ടും ഇതങ്ങോട്ട് കയറി പോകുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം അങ്ങനെ തന്നെ കിടക്കുവാണ്. 5, 5.5, 6 അങ്ങനെ തന്നെ കിടക്കുവാണ്. അവിടുന്ന് ശരിക്കും ഉയർത്തെഴുന്നേക്കാൻ വേണ്ടി വർഷങ്ങൾ എടുത്തു. ഏതാണ്ട് 2012, 2013 ആയപ്പോഴാണ് നേരത്തെ എത്തിയ 10 ലക്ഷം ഒന്ന് കവർ ചെയ്ത് മുകളിലോട്ട് പോയത് കേട്ടോ. പിന്നെ അങ്ങോട്ട് കയറി ഇറങ്ങി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. മുരളി കാര്യമായിട്ട് പാനിക് ആയില്ല. മാർക്കറ്റിൽ ചെറിയ ക്രാഷ് ഒക്കെ ഉണ്ടായപ്പോൾ അത്യാവശ്യം ഗ്രോത്ത് കാണിച്ചപ്പോൾ എക്സൈറ്ററും ആയില്ല. കാരണം പുള്ളിക്ക് ഏതാണ്ട് വ്യക്തമായി ഇതിന്റെ പോക്ക് എങ്ങനെയാണെന്ന്. 2020 ആയപ്പോഴത്തേനും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത ആ ഫണ്ടിന്റെ NAV 850ലേക്ക് എത്തി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് ഇൻവെസ്റ്റ് ചെയ്ത, അതായത് 20 വർഷം മുമ്പ് ഇൻവെസ്റ്റ് ചെയ്ത ആ 1 ലക്ഷം രൂപ
80 ലക്ഷത്തിലേക്ക് അപ്പോൾ എത്തിയിരുന്നു കേട്ടോ. ആ സമയത്താണ് നമ്മുടെ കോവിഡ് എത്തുന്നത്. വളരെ വലിയ ക്രാഷ് ആണ് COVID-19 മാർക്കറ്റിൽ ഉണ്ടാക്കിയത്. ഇദ്ദേഹത്തിന്റെ 80 ലക്ഷം മൂല്യം ഉണ്ടായിരുന്ന ആ ഇൻവെസ്റ്റ്മെന്റ് താഴേക്ക് വന്നു, ഏതാണ്ട് 48 ലക്ഷത്തിലേക്ക് പോയി. ഫണ്ടിന്റെ NAV 525 വീണത്. മുരളി കാര്യമായിട്ട് പാനിക്കൊന്നും ആയില്ല, കാരണം അദ്ദേഹത്തിന് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായിരുന്നു. ഏതായാലും കോവിഡിന് ശേഷം നല്ല റിക്കവറി മാർക്കറ്റിലുണ്ടായി. ആ ഫണ്ടിന്റെ NAV മുകളിലോട്ട് പോകുക തന്നെ ചെയ്തു. 1150 എത്തി. മുരളിയുടെ ഇൻവെസ്റ്റ്മെന്റ് 2022 ആയപ്പോഴത്തേനും 1,04,00,000 മാറി. പിന്നെയും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു, കയറി ഇറങ്ങി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയ സമയത്ത് 1,90,00,000 മുകളിലായിരുന്നു മുരളിയുടെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ. ആലോചിച്ച് നോക്കണം, 1 ലക്ഷം രൂപ നിക്ഷേപിച്ചതാണ്, 24 വർഷമായപ്പോഴത്തേനും 1,90,00,000 മുകളിലായി. ഫണ്ടിന്റെ NAV 2100 ആയിരുന്നു ഏകദേശം ആ ഒരു സമയത്ത്. അതിനുശേഷം മാർക്കറ്റിൽ ചെറുതും വലുതുമായിട്ടുള്ള ക്രാഷുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു, അതിൽ നിന്നുള്ള റിക്കവറിയും ഉണ്ടായിക്കൊണ്ടിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് മുരളി ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു ഫണ്ടിന്റെ NAV 2000 ആണ്. മുരളിയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ 1,80,00,000 ഒരു ഘട്ടത്തിൽ 1,90 വരെ പോയതാണ്. 10 lakhന്റെ കുറവ് ഇപ്പോഴുണ്ട്. മുരളി വിഡ്രോ ചെയ്തിട്ടില്ല. മുരളിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, ഇപ്പോഴത്തെ ഈ ഒരു ക്രാഷിന് റിക്കവറി ഉണ്ടായി കഴിയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ കുതിക്കാൻ പോകുന്നത് വളരെ ഉയരത്തിലേക്കാണെന്നുള്ള കാര്യം പുള്ളി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മുരളി ജോലി ചെയ്യുന്ന ഒരാളാണ്. 56-57 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും അദ്ദേഹം SWP ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് ഇത് മാത്രമല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്, ഞങ്ങളോടൊപ്പം ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അതും അത്യാവശ്യം വളരെ വലിയ തുകയാണ്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഒരുപാട് പേര് പാനിക് ആവുന്നവരാ. ചെറിയ ഇറക്കങ്ങൾ മാർക്കറ്റ് വരുമ്പോഴത്തേനും എന്താണ് പാനിക് ആവും, ചെറിയ നേട്ടങ്ങൾ കാണുമ്പോഴത്തേനും എന്താണ് എക്സൈറ്റഡ് ആവും. അങ്ങനെയല്ല, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഗതിയല്ല, ലോങ് ടൈമിൽ വളരെ വലിയ വെൽത്ത് ഉണ്ടാക്കി തരുന്ന ഒരു സംഗതിയാണ് എന്ന കാര്യം ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് മുരളിയുടെ ഈ റിയൽ സ്റ്റോറി ഇവിടെ പ്രസന്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക, ഒരു ലോങ് ടൈമിലേക്ക് വെൽത്ത് തനിയെ ഉണ്ടാവും. ഫണ്ടിന്റെ പേര് ഞാൻ പറഞ്ഞില്ല എന്ന പരാതി പലർക്കും ഉണ്ടാവും. നിങ്ങളിൽ പലർക്കും അത് ഊഹിക്കാൻ പറ്റിയിട്ടുണ്ട്. ഫണ്ടിന്റെ പേര് ഊഹിച്ചെടുത്തവര് കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. കമന്റ് ബോക്സിൽ ഒരു ശരിയായ ഉത്തരം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.